ഈ യൂട്യൂബ് മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഹവ്വ ആദാമിന് തക്കതായ തുണയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവം അവരെ ഒരുമിച്ച് ജീവിപ്പാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. വിവാഹം ദൈവം സംവിധാനം ചെയ്തതും മനുഷ്യൻ കുറ്റം കൂടാതിരുന്നപ്പോൾ തന്നെ നിശ്ചയിച്ചതുമാണ്. സൃഷ്ടിച്ച നാളിൽ ദൈവം അവരെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവിൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇന്നും ഞാനൊരു 2 വാക്യങ്ങൾ കൂടെ ഉദ്ധരിച്ചിട്ട് മുൻപോട്ട് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ദൈവം ഹവ്വയെ തക്കതായ തുണയായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഒരു ദേഹമായി തീരും. ആയതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ പരസ്പരം വേർതിരിഞ്ഞ് ജീവിക്കുന്നത് വേദാനുസൃതമല്ല. വിവാഹമോചനവും വേദാനുസൃതമല്ല. കാരണമെന്തേ? ദൈവം ഏദെൻ തോട്ടത്തിൽ ആദിമ മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ആദാമിന് തക്കതായ തുണയായിട്ടാണ് ഹവ്വയെ നിർമ്മിച്ചത്. അത് വളരെ വ്യക്തമാണ്. കാരണം സകല മൃഗങ്ങളെയും പക്ഷികളെയും ജലാദികളെയും എല്ലാം തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആദാം അവയ്ക്കെല്ലാം പേരിടുക മാത്രം ചെയ്തതല്ലാതെ അതിൽ നിന്നും തക്കതായ തുണ താൻ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം തനിക്കൊരു ഗാഢനിദ്ര നൽകി തന്നിൽ നിന്നൊരു വാരിയെല്ലെടുത്ത് അതിൽ മാംസം വച്ച് പിടിപ്പിച്ചാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തക്കതായ തുണയായിട്ടാണ് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച നാളിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന് ഒരേ ഒരു ഉദ്ദേശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അനുഗ്രഹത്തോടെ, അനുസരണത്തോടെ, സന്തോഷത്തോടെ ഏദേൻ പൂങ്കാവനത്തിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങളാണ് ചെറിയ വഴക്കുകളുടെ പേരും പറഞ്ഞ് ചെറിയ സംസാരങ്ങളുണ്ടായിട്ട് കുടുംബങ്ങളെ പോലും വേണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുന്ന അനേകർ. അവരുടെ മധ്യത്തിൽ ഞാനൊരു കാര്യം ഉറപ്പായിട്ടും വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിച്ച് നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിട്ട് ജീവിക്കുന്നത് ദൈവം കാണുവാൻ ആഗ്രഹിക്കും. കുടുംബജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്. ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിലെ സന്തോഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ കാണുന്ന മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരണം. അത് അപ്രകാരം ഒരു ജീവിപ്പാൻ ഒരു പ്രചോദനമായി തീരണം. അതുകൊണ്ട് ഏദേൻ പൂങ്കാവനത്തിൽ തന്നെ ദൈവം വളരെ വ്യക്തമായി സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയാണ്. അത് മാത്രമല്ല, തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മകളും പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥയും ഈ ആദാമിനും ഹവ്വയ്ക്കുമുണ്ടായിരുന്നു. തങ്ങളുടെ ഭക്ഷണങ്ങൾ തങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്, തങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, തങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ തങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഹവ്വ ഇപ്രകാരം ചെയ്തത്. തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ആ വൃക്ഷത്തിൻ്റെ ഫലം അവൾ പറിച്ചപ്പോൾ, അല്ലെങ്കിൽ സാത്താനാൽ വഞ്ചിതനായിട്ട് അവൾ ആ വൃക്ഷത്തിൽ നിന്നും പറിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനും വേണ്ടി മാറ്റി വെച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ ചെറിയ കാര്യത്തിൽ പോലും അവർ വളരെ ഒരുമയോടാണ് ജീവിച്ചതുപോലെ ഇന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കരുതി ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് സന്തുഷ്ട കുടുംബജീവിതം ഉണ്ടാകുന്നത്. അപ്രകാരം ഒരു സന്തുഷ്ട കുടുംബജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. നമുക്ക് പിന്നെയും ഒരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.